അപൂർവ രോഗങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു വയൽ മരുന്നിന് 1,50,000 രൂപയൊക്കെയാണ്. അപ്പൊ ഒരു യുവതിയും യുവാവും കല്യാണം കഴിച്ചു, മക്കളായി. അപ്പൊ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അവര് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവില്ല. ഇനി എത്ര വർഷം കഴിഞ്ഞാലും സ്റ്റേബിൾ ആകാത്ത കുടുംബങ്ങൾ ഉണ്ടാകും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, ആ കുടുംബത്തെ സംബന്ധിച്ച് മാത്രമല്ല സമൂഹത്തെ സംബന്ധിച്ച് ഇത് ആവശ്യമാണല്ലോ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അപൂർവ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതി ആരംഭിച്ചു. രാജ്യത്ത് ആദ്യമായിട്ട് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് കെയർ എന്നുള്ളതാണ്, കേരള യുണൈറ്റഡ് അഗൻസ്റ്റ് റയർ ഡിസീസസ്. അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ ആരംഭിച്ചു. കുട്ടികളിലെ വൃക്കരോഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആരംഭിച്ചു. പീഡിയാട്രിക് കാർഡിയോളജി, പീഡിയാട്രിക് നെഫ്രോളജി നമുക്ക് ആരംഭിക്കുന്നത്. ഓരോ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും ചികിത്സാ മേഖലയിൽ ഒട്ടേറെ ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാക്കുന്നതിന് കഴിഞ്ഞു.